ഹലോ ഗായ്സ്, ഞാൻ എൻ്റെ 2 വർഷത്തെ ഹോസ്റ്റൽ ലൈഫ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന ശേഷമുള്ളൊരു ദിവസത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത്. നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിന്ന് അതിനുശേഷം വീട്ടിലൊക്കെ വന്ന് നിൽക്കുന്ന ടൈമിൽ ഓഫ്കോഴ്സ് നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കില്ലേ. കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് 8:30 ആകുമ്പോൾ ഫുഡ്, ഉച്ചയ്ക്ക് 12:30 ആകുമ്പോൾ ഫുഡ്, അതുപോലെ നൈറ്റ് 8:30 ആകുമ്പോൾ ഫുഡ്, അങ്ങനെ ഒരു റൂട്ടീനായിട്ട് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വീട്ടിലൊക്കെ വന്ന് കുക്കിംഗ് ഇഷ്ടമുള്ള ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഉമ്മ തന്നെയാണ് എപ്പോഴും ചെയ്യുക, ഞാൻ വല്ലപ്പോഴൊക്കെ ചെയ്യാറ്. പിന്നെ എൻ്റെ ഹോസ്റ്റലത്തെ കേസ് പറയുകയാണെങ്കിൽ ഞങ്ങളെ ഹോസ്റ്റല് ഫുഡ് ഭയങ്കര അടിപൊളി ഫുഡാണ്. സാധാരണ കോമൺ ആയിട്ട് കേൾക്കുന്ന വെള്ളം പോലെയുള്ള കറികളോ അങ്ങനെ ഒന്നുമല്ല. നമുക്ക് 3 നേരവും അല്ല 4 നേരവും നല്ല അടിപൊളി ഫുഡാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റും ആയിരിക്കും. നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലും അവർ തരും. അപ്പം ഹോസ്റ്റൽ ഫുഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന ശേഷം ഹോസ്റ്റൽ ഫുഡാണ് കൂടുതൽ മിസ് ചെയ്യുന്നത്. അവിടുത്തെ ദോശേൻ്റെ ചമ്മന്തിക്കൊക്കെ ഒരു വേറെ തന്നെ ടേസ്റ്റാണ്. ചേച്ചിമാരാണെങ്കിലും കുക്ക് ചെയ്യുന്ന ചേച്ചിമാരാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ റെസിപ്പിയൊക്കെ ചോദിച്ചാൽ പറഞ്ഞൊക്കെ തരും. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഒരു ഫുഡിൻ്റെ റെസിപ്പി ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും അവിടുത്തെ ഫുഡ് എന്നുള്ളത് ആലോചിച്ചാൽ മതിയല്ലോ. നമ്മളെ ചിക്കൻ കറിയൊക്കെ അയ്യോ ഞാൻ നല്ല മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ സാധാരണ പോയവർക്കൊക്കെ നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിച്ച കുട്ടികൾക്കൊക്കെ എന്നും ഹോസ്റ്റൽ ഫുഡിന് ഒരു കുറ്റവും ഉണ്ടാവില്ല. ലേഡീസ് ഹോസ്റ്റലിൽ കേട്ടോ, മെൻസ് ഹോസ്റ്റലിൽ കേസ് എനിക്ക് അറിയില്ല. നമുക്ക് ചായക്കാണെങ്കിലും ഓരോ ദിവസവും ഓരോ റെസിപ്പീസാണ്. ചോറിനാണെങ്കിൽ മോര് കറി, രസം, അതുപോലെ സാമ്പാർ, ഉപ്പേരി, ചിലപ്പോൾ പപ്പടം ഉണ്ടാവും. പിന്നെ ആഴ്ചയിൽ പഴവും മുട്ട പുഴുങ്ങിയതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെ ഹോസ്റ്റൽ ലൈഫ് പൊളിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മിസ്സിങ്ങൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസും പിന്നെ ഹോസ്റ്റലിൽ ചെയ്യുന്ന പോലെയൊക്കെ ചേച്ചിമാരോട് ചോദിച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.